പറയണ്ട എന്ന് കരുതിയതാണ്. പറയാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല, എങ്ങനെ പറഞ്ഞാൽ ആളുകൾക്കത് ഉൾക്കൊള്ളാൻ കഴിയും എന്നതുകൊണ്ടാണ് പറയാതിരുന്നത്. ഫിലിപ്പ് മമ്പാടിനെ കുറിച്ചാണ്. മനുഷ്യരാണ്. മനുഷ്യരുടെ സഞ്ചാരപഥത്തിനിടയിൽ ഇന്നത്തെ കാലത്തിൻ്റെ സാധ്യതകളും അവസരങ്ങളും അതിൻ്റെ സാങ്കേതികവിദ്യയുടെ അടക്കമുള്ള എല്ലാ സ്വകാര്യതയുടെ അവസരങ്ങളുമൊക്കെ ലഭിക്കുമ്പോൾ മനുഷ്യരൊക്കെയും ചിലപ്പോൾ റിലേഷൻഷിപ്പിലാകാറുണ്ട് എന്ന മനോഹരമായൊരു പദമുണ്ട്. അങ്ങനെ റിലേഷൻഷിപ്പിലായി അത് തുടരുകയും പിരിയുകയും ഒക്കെ ചെയ്യാറുണ്ട്. ചിലർക്കത് സന്തോഷത്തിൻ്റെ ഇടമാണെങ്കിൽ മറ്റു ചിലർക്കത് പരീക്ഷണത്തിൻ്റെ ഇടമായും ഒക്കെ മാറാറുണ്ട്. എങ്കിലും എല്ലാ കാലത്തെയും പോലെ മുമ്പൊക്കെ ഉണ്ടായിരുന്നത് പോലെ അതങ്ങനെ തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ പല വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ സഞ്ചരിക്കുന്ന വേളയിൽ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ മേഖലകളുമായി ബന്ധപ്പെട്ടാണ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളത് എന്ന് പറയാറുണ്ട്. പക്ഷേ ആ മേഖല മുഴുവൻ അതിനായി അങ്ങ് നടത്തുക എന്ന് പറയുന്നത് ഒരു നല്ല പ്രവണതയോ നല്ല കാര്യമോ അല്ല. ഒരാൾ കോളേജ് അധ്യാപകനായിരിക്കെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അകപ്പെട്ടു പോകുന്ന ഒരു സൗഹൃദ ബന്ധങ്ങൾക്കിടയിൽ രൂപം കൊള്ളുന്ന ചിലതൊക്കെ ഉണ്ടാവാം. പക്ഷേ കോളേജ് നടത്തുന്നതും അല്ലെങ്കിൽ സ്ഥാപനം നടത്തുന്നതും അതിനുവേണ്ടി മാത്രമാവുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സംഗതിയാണ്. ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒരുപാടുണ്ടാവാറുണ്ട്. ഇന്നത്തെ കാലത്ത് എന്തു പറഞ്ഞാലും അതിലൊക്കെ ഉടൻ ജാതി കൊണ്ടുവരും. പാലത്തായി പപ്പൻ വേറൊരു ജാതി, മുരാരി ബാബു അത് വേറൊരു ജാതി, ഫിലിപ്പ് മമ്പാട് അത് വേറൊരു ജാതി. ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു ഉമ്മാക്കഥയും ഒരു തൊപ്പിക്കഥയും ഒരു ഖുർആനും അതിൻ്റെ 4 വാചകങ്ങളും അങ്ങോട്ട് വീശി വിടുമ്പോഴേക്കും പിന്നെ തോളിലേറ്റി അയാളെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. എല്ലാ സ്ഥലത്തും ഭക്ഷണം, യാത്ര, കാശിന് കാശ്, പിന്നെ എന്താണില്ലാത്തത് എല്ലാം വാരി വെതറുകയാണ്. പക്ഷേ ആ വാരി വെതറിപ്പോകുന്നതിനിടയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അംഗീകരിക്കാൻ പ്രയാസമുണ്ടാവും. ഈ പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട സംഗതി ഇത് പുതിയതും പുതുമയുമൊന്നുമല്ല. ഒട്ടേറെ ചരിത്രമുണ്ട് അതിനൊക്കെ. അതാദ്യം തുറന്നു പറയേണ്ടത് ഫിലിപ്പ് മമ്പാടാണ്. അദ്ദേഹം കോടതിയെയോ അല്ലെങ്കിൽ ആരെയെങ്കിലും സമീപിച്ച് താൻ ചെയ്തത്, തന്നോട് കാണിച്ചത് ചതിയാണ്, അല്ലെങ്കിൽ വഞ്ചനയാണ്, കുരുക്കിയതാണ് എന്ന് പറഞ്ഞ് ഞാൻ നുണപരിശോധനയ്ക്ക് വിധേയമാകാം എന്ന് സമ്മതിക്കണം. എന്നിട്ട് തൻ്റെ എല്ലാ ഇടപെടലുകളുടെയും എല്ലാ രേഖകളും കൈമാറണം. എന്നിട്ട് പറയണം ഈ കുഞ്ഞിനെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള സംഗതികളോ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കണം, അല്ലെങ്കിൽ പറയണം. പ്രായപൂർത്തിയായ മനുഷ്യരൊക്കെ ഈ ഭൂമിയിൽ പലതരം ബന്ധങ്ങളിൽ ഏർപ്പെട്ട് അതിനെയൊക്കെ ഉഭയകക്ഷിയാണോ ഉദരകക്ഷിയാണോ അതല്ല സ്നേഹകക്ഷിയാണോ എന്നൊക്കെ വെളിപ്പെടുത്തുന്ന കാലത്ത് 14, 15, 16 വയസ്സുള്ള ഒരു കുഞ്ഞിനോട് പ്രവർത്തിക്കുന്ന ക്രൂരതയെ നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് അതിനെ മയക്കുമരുന്ന് മാഫിയയും ലഹരി മാഫിയയും ഒക്കെയായി ചുമത്തുന്നത്? ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഏതെങ്കിലുമൊക്കെ സംഭവിക്കുന്നതിനെ, ചിലപ്പോൾ അതൊന്നും തെളിയിക്കാൻ കഴിവില്ലാത്ത നിരപരാധികൾ അകപ്പെട്ടു പോകുന്നതിനെ ഒക്കെ ആ ആക്ഷേപത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നതിനപ്പുറം ഇത്തരം സംഭവങ്ങളെ അത് തെളിയിക്കാൻ കഴിവും കരുത്തുമുള്ള അല്ലെങ്കിൽ അതിൻ്റെ യോഗ്യതയുമൊക്കെയുള്ള ആളുകൾ ചെന്ന് പെടുന്നതിനെയും നിങ്ങൾ ആ കൂട്ടത്തിൽ പെടുത്തുന്നത് എന്തിനാണ്? കുറഞ്ഞപക്ഷം മൗനമെങ്കിലും പാലിച്ചിരിക്കണ്ടേ? പോലീസിൻ്റെ കയ്യിൽ മതിയായ തെളിവുകളുണ്ടെന്നും അത് ഒരു പോലീസുകാരനായതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ മാർഗങ്ങളിലൂടെയും ഒക്കെ സഞ്ചരിച്ചതാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വൈകുന്നേരമായപ്പോൾ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. രാവിലെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇതിൽ നടന്നിട്ടുള്ള ഇടപാടുകൾ, സെറ്റിൽ ചെയ്യാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തുറന്നു പറയേണ്ടത് അയാളാണ്, അദ്ദേഹമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായി അങ്ങോട്ട് പറയുന്നത് ഈ പറയുന്ന ഒരു കുഞ്ഞും അല്ലെങ്കിൽ ഒരു ജീവിതവും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, കുഞ്ഞുങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന, മാനസികമായി എന്തെങ്കിലും ന്യൂനതകളുടെ പേരിൽ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് നമ്മളെ കൗൺസിൽ ചെയ്യാനോ നമ്മൾ ഉപദേശിക്കാനോ നമ്മുടെ മോളുടെ പ്രായമുള്ള ഒരു കുട്ടിയുടെ മേൽ അങ്ങനെയൊക്കെ ചിന്ത തോന്നുക എന്ന് പറഞ്ഞാൽ അവൻ എന്തൊരു ക്രൂരനാണ്, എന്തൊരു ദുഷ്ടനാണ്, എന്തൊരു വഞ്ചകനാണ്. ആരായാലും അത്രമാത്രം പറയുന്നു.